ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആൻ്റണിയുടെ മകനാണ്. ചേട്ടൻ്റെ വൈഫായിട്ടിൻ്റെ കൂടുതൽ മായൻ്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത്. അപ്പം ഞാൻ ആൻ്റണിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ചോദ്യം അത്? ആൻ്റണി ആശീർവാദ് സിനിമാസ്. അപ്പോൾ ആൻ്റണി ഞാനോ? ഞാൻ പറഞ്ഞു വേറെ ആര്? ആൻ്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുകയാണ്. അപ്പോൾ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. It's a very proud moment എനിക്ക്. From the director Jude Anthony to our very own Mohanlal, ഞങ്ങളുടെ സ്വന്തം ലാലേട്ടനാ. എനിക്ക് തോന്നുന്നു MBA ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ MBA-ക്കാർ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ പയ്യനായിരുന്നു. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം. ജൂഡ് ആന്റണി മൂവരെയും വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളെല്ലാവരും എന്താ പറയുക, ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ് ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനൊക്കെ വേണ്ടി. അതിനു മുമ്പാകെ വേദിയിലേക്ക് ഈ ഒരു ഡെക്കോറം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സുജി മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. along with her, it's my privilege and moreover my pride to welcome on stage പ്രണവ് മോഹൻലാൽ. പ്രണവിനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചടങ്ങാണ്. സ്ക്രിപ്റ്റാണ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. ജൂഡ് സാർ ആണ് ലാലേട്ടന് സ്ക്രിപ്റ്റ് നൽകിക്കൊണ്ട് തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതാ കൈമാറാനായിട്ട് ഒരുങ്ങുകയാണ്. നിങ്ങളെയൊക്കെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും പുതുചിത്രമായ തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇവിടെ ഇതാ ഹാൻഡ് ഓവർ ചെയ്യാണ്. From the director Jude Anthony to our very own Mohanlal, ഞങ്ങളുടെ സ്വന്തം ലാലേട്ടന് സ്ക്രിപ്റ്റ് നൽകിക്കൊണ്ട് തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതാ ഹാൻഡ് ഓവർ ചെയ്യുന്നു. സ്വിച്ച് ഓണിന് വേണ്ടിയിട്ട് സുജി മാമിനെ ഞങ്ങളൊന്ന് മുന്നോട്ട് ക്ഷണിക്കുകയാണ്. സ്വിച്ച് ഓൺ നിർവഹിച്ച് നമുക്ക് വേണ്ടി ഇവിടെ ക്ലാപ്പ് ചെയ്യാനായിട്ട് പ്രണവിനോട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. റൈറ്റ് ഫ്രം ആശീർവാദ് സിനിമാസ് തുടക്കം എന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഞങ്ങൾ ഇവിടെ ഇതാ നിർവഹിക്കുകയാണ്. പ്രണവാണ് ക്ലാപ്പ് ചെയ്യാൻ പോകുന്നത്. പ്രണവാണ് ക്ലാപ്പ് ആൻഡ് സുജി മാം ആണ് സ്വിച്ച് ഓൺ നിർവഹിക്കുന്നത്. സുജി മാം സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് പ്രണവ് is going to do the first clap for the തുടക്കം മൂവി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം ഞങ്ങൾ ഇതാ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. പ്രണവ് മോഹൻലാൽ ആണ് നമുക്ക് വേണ്ടി ക്ലാപ്പ് ഇവിടെ ഇതാ ക്ലാപ്പ് ബോർഡ് ഇത് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം വിസ്മയ മോഹൻലാൽ. ബീങ് എ പ്രൗഡ് ഫാദർ ആയിട്ട് ഞങ്ങളുടെ ലാലേട്ടനായിട്ട് ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം, 48 വർഷം മുമ്പാണ്. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, അടുത്ത സിനിമയായി. പിന്നെ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും സുചിയും. വളരെ കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവന് തോന്നി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആകുന്നത്. അതുപോലെ തന്നെയാണ് അപ്പവും 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആകുന്നത്.
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. അതുപോലെ അപ്പവും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. എന്നെ എൻ്റെ കൂടെയുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും. 48 ഇയേഴ്സായി. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്, വിസ്മയ മോഹൻലാൽ എന്നാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്, അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അതിന് ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം. നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കാര്യം, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ co-stars, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ, എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഒരു കോൺഗ്രസ്, ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്, അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. സിനിമയിൽ പോലും എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ്, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പുവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുകയാണ്. അപ്പോൾ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും, ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. പിന്നെ തീർച്ചയായിട്ടും ആൻ്റണിയുടെ കാര്യം എടുത്ത് പറയാം. ആൻ്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദേ ഹാവ് ടു പ്രൂവ്, അല്ലേ? അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം, ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആൻ്റണി എടുക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആൻ്റണിയുടെ മകനാണ്. മോനെ കം. അദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. വേറെ ഒരു സിനിമയിൽ, കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോൾ അഭിനയിച്ചിട്ടുണ്ട്. മോനിപ്പം ദുബായിലാണ്, അവിടെയാണ്. ഈസ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ, നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്, ആൻഡ് വെരി നൈസ് പേഴ്സൺ. അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല, ഇതും കൂടെ അതിന് ആഡഡ് അട്രാക്ഷനാണ്. അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ ആൻ്റണി പറഞ്ഞു, സാറേ ഇത് ആരെ അറിയിക്കണം? നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം, കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ. പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട്. വളരെ രണ്ടുപേർക്കും, മോനും ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രം ദ ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ, ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ല കൊളീഗ്സ് ഉണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി. ആൻ്റണി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു. യെസ്, ബൊക്കെ കൊടുത്ത ലാൽ സാറ് ആശിഷിന് വെൽക്കം ചെയ്യേണ്ട നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശിഷിനതേ ഞങ്ങളുടെ ലാലേട്ടൻ ഹഗ് ചെയ്ത് ബൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ ഒരു ഫ്രറ്റേണിറ്റിയിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്തു. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത്. കാരണം മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി. ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു. ആ കുടുംബത്തിൽ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിന് ഒരു സിനിമ
അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു. അതിനുശേഷം വിസ്മയ മായക്കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിനെ നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൊമെൻ്റാണ്. മോഹൻലാൽ സാർ, ചേച്ചി, മായ, ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും. ജൂഡ് ഈ സിനിമ ആദി എന്ന സിനിമ ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തെ പോലായിരുന്നു. അതുപോലെ തന്നെ ജൂഡും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡിൽ ഏൽപ്പിക്കുന്നു. ജൂഡ് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം. ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. വന്ന എല്ലാവരോടും മതിയായ സ്നേഹം. നന്ദി, നമസ്കാരം, താങ്ക് യു. ആൻഡ് സുജി മാമിനോടാണ്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇതാ വിസ്മയ മോഹൻലാലിൻ്റെ അമ്മയായിട്ട് നിൽക്കുകയാണ്. ലാൽ സാറിൻ്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? ലാൽ സാറിൻ്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സാർ. ചേട്ടൻ്റെ വൈഫായിട്ടിൻ്റെ കൂടുതൽ മായൻ്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാനുള്ള അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി എവിടെയും പറഞ്ഞിട്ടല്ലേ ബോറടിപ്പിക്കണ്ട. എത്ര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് മാം. ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെൻറ്റ് എനിക്ക്. How do you all do this? I mean, anyways, I'm not used to... Anyways, so actually it's a very special day for me because it marks my daughter Vismaya's തുടക്കം into this beautiful world of cinema. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്കൊരു കുറേ കൊല്ലത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഓർമ്മ വരുന്നത്. മായയും അപ്പുവും, ഐ തിങ്ക് അപ്പു ഒരു 12 and മായ 8 ആയിരിക്കുമ്പോൾ വീട്ടിൽ we did a home film called Angry Maya. And Appu was the director and actor and Maya was playing the main character. ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ പിന്നിലായിരുന്നു. അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് 2 പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വയ്ക്കുന്നു. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. And today actually ee kollam thane is very special to us because ende chetna Dada Saheb Phalke award kitti. ഇന്ന് അപ്പുവിൻ്റെ DS ഹീറോയിൻ്റെ റിലീസാണ്. അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഇഫ് ഹീസ് ഗോയിങ് ടു ആക്ട് എല്ലാം കൊല്ലം കുറേ സിനിമ വരുന്നുണ്ട് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. പക്ഷേ ഇവൻ വന്നിട്ട് 2 കൊല്ലത്തിൽ ഒരു പടം ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ്, ഫസ്റ്റ് ഫിലിം every year he does a film, so it's very special to me. And I take this opportunity to wish the DS Hero team all the best for their big day today. പിന്നെ കമ്മിങ് ടു തുടക്കം, ആക്ച്വലി മായ എന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അഗോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു. ആൻഡ് ലൈക്ക് ഹി സെഡ് ബിഫോർ, ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിൻ്റെ പറ്റി അവരെന്തെങ്കിലും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദെം ഇൻ എനി വിച്ച് വേ വി ക്യാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വീവ് ഡൺ. ആൻഡ് അങ്ങനെയാണ് തുടക്കം. ജൂഡായിട്ട് ഒരു 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ 2 കഥ കൊണ്ടുവന്നു, അത് നമുക്ക് വർക്കായില്ല. പിന്നെ അപ്പം ഞാൻ വിശാഖ് പറഞ്ഞു ജൂഡൊന്നും ഇപ്പോൾ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിൻ്റെ. പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതെല്ലാം കേട്ടിട്ട് ഞാൻ ആൻ്റണിയിട്ട് പറഞ്ഞു, ആൻ്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്. ആൻ്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു, ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ? അപ്പം ഞാൻ ആൻ്റണിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ചോദ്യം അത്? ആൻ്റണി, ആശീർവാദ് സിനിമാസ്. അപ്പോൾ ആൻ്റണി ഞാനോ? ഞാൻ പറഞ്ഞു വേറെ ആര്? ആൻ്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആൻ്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ. താങ്ക് യു ജൂഡ്, and thank you
to all the people who are working behind Tudakkam. And Maya, this is for you. With your grandparents' blessings, ഇവിടെയുള്ള എല്ലാവരുടെയും blessings, and by the grace of God, I wish you all the very best in your new beginning for your Tudakkam. Thank you. And, yes. ആശിഷിനെ ആദ്യം ഇവിടെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശിഷ്, all the very best. I can't say it's your Tudakkam because you were there in Empuran, but still all the very best. You guys will rock. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഇനി ഞങ്ങളുടെ തുടക്കത്തിൻ്റെ ഡയറക്ടറായ ജൂഡേട്ടനാണ്. ജൂഡേട്ട, ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ്, വലിയൊരു ലോഞ്ചാണ് നമ്മൾ കാണുന്നത്. സോ ബീങ് ദ ഡയറക്ടർ ഫോർ ദ സെയിം, എന്താണ് സർ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ആക്ച്വലി ഇപ്പോൾ മായനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, ഒരു ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ. പ്രത്യേകിച്ച് എനിക്ക് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ടുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര ശാന്ത സ്വഭാവം, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അയാളുടെ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്നൊരു മായയാണ് ഈ മായ. അപ്പോൾ അതുകൊണ്ട് അത്ര സന്തോഷം എനിക്കുണ്ട്. എന്താ പറയുക, എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ്. അതുകൊണ്ട് ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ആനന്ദ ചേട്ടനും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും. ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് ബാലയും അഖിൽ കൃഷ്ണ എന്ന 2 പേരും കൂടി ഉണ്ട്. അവരുടെ ഉണ്ട്, അവരുടെ കൂടെ ഞാനും ചേച്ചിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന്, കാരണം ഇത് ഓരോ പ്രാവശ്യം നമ്മൾ മിനുക്കി എല്ലാവർക്കും ഇഷ്ടമാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനുചേട്ടൻ്റെയാണ് ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത്. പിന്നെ ഞാൻ തന്നെയാണ് അനുചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രമുണ്ട്, അത് ഞാൻ ആശിഷിനെ കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് ചോദിച്ചത്. കാരണം എനിക്ക് ആശിഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് ആപ്റ്റാണ് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അനുചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം ഏതാണ്ട് ഒത്തു വരുന്നു. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇതാ ഒരു വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ആശീർവാദിനെ ഇതാ നമ്മുടെ ആന്റണി സർ ഓൾറെഡി ഈസ് ഓൺ സ്റ്റേജ്. എന്താണ് പറയാനുള്ളത് ആശിഷ്? വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. ലാലങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും, വി ബീൻ എ ഫാമിലി സിൻസ് ദ ബിഗിനിങ് ആൻഡ് ഐ സീ ദാറ്റ് ആസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. അതിന് കൂടെ തന്നെ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗമാവാൻ പറ്റുക is again the greatest thing that happened in my life, and I'm really happy and grateful to be standing here. ഈ ഒരു അവസരം തന്ന ജൂഡേട്ടനും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. And I'm requesting everybody's prayers and blessings. And once again, thank you so much. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ വിളിക്കുന്ന പ്രതീക്ഷയില്ല. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് 1992 ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അന്ന് അതിൻ്റെ നിർമ്മാണം ബാല സാറിൻ്റെ മകനായ സുരേഷ് ബാലയ സാറ്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ്, കെ ബാലാജി സാർ. ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യം സുചേച്ചിയാണ്. ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വലിയ നിർമ്മാതാവിൻ്റെ അഭിനേതാവിൻ്റെ മകള്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട്, അതുപോലെ 2 കുട്ടികൾ, അവർ 2 പേരും സിനിമയിലേക്ക് വരുന്നത്
അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു പുണ്യമാണ്. അവരുടെ വളർച്ച, നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടൻ്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആന്റണി ഭായിനെ. അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിൻ്റെ പ്രയത്നം. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിൻ്റെ പുതിയ മാർഗങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. എനിക്ക് തോന്നുന്നു MBA ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ MBAക്കാർ കണ്ടുപിടിക്കേണ്ടത് ആന്റണി ഭായിനെയാണ്. അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം. ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ, ലാലേട്ടൻ്റെ വിസ്മയ, സുജീഷയുടെ വിസ്മയ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആന്റണി ഭായിയുടെ മകൻ ആശിഷ്, അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ. പിന്നെ അപ്പുവിൻ്റെ സിനിമ ഇന്ന് റിലീസാവുകയാണ്. അപ്പു, ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജൂഡ്, വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ജൂഡിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ്. കാരണം ജൂഡിൻ്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ, ഗംഭീരമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്.